ഇന്ന് കേരളത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കായ CPI സഖാക്കൾ ഇതുപോലെ സമരരംഗത്തുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് ജനങ്ങളുടെ വികാരവാദം പ്രതിഫലിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊടുങ്കാറ്റിനുമെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കണം. ഈ കൊടുങ്കാറ്റ് തുടങ്ങാൻ പോകുന്നില്ല. ഇത് ജനങ്ങളാകെ അണിനിരക്കുന്ന നാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റാണ്. ഈ പ്രക്ഷോഭം നീതിക്ക് വേണ്ടിയാണ്. PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നും RSSന്റെ ഈ കാര്യപരിപാടി നടപ്പിലാക്കാമെന്നും UDF ഗവൺമെന്റ്, കോൺഗ്രസ് ലീഗ് സർക്കാർ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നാം പറയുന്നു, ഒരിക്കലും 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 നടക്കാൻ പോകുന്നില്ല. നമ്മൾ ചെറുക്കുമതി. ഒന്ന് PMC ആണ്, രണ്ടാമത്തേത് കരിമണലാണ്, മൂന്നാമത്തേത് മദ്യനയമാണ്. ഈ മൂന്ന് കാര്യങ്ങളിലും ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഈ ഗവൺമെന്റിന് പുറകോട്ട് പോകേണ്ടി വരും. എന്തെല്ലാം തട്ടിപ്പും മറ്റിപ്പുമായി കോൺഗ്രസോ UDFോ BJPയോ ലീഗോ ശ്രമിച്ചാലും ശരി, ഈ ശ്രമത്തിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വരും. ജനങ്ങൾ അവരെ പിന്നോട്ട് തള്ളി മാറ്റുമെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് വാക്കാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, സതീശൻ പറഞ്ഞല്ലോ, എല്ലാത്തിനേക്കാളും വരുന്നത് വാക്കാണെന്ന്. ആ വാക്കെവിടെ? ആ വാക്കെവിടെ? അധികാരം കിട്ടും മുമ്പ് അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കും വിഴുങ്ങിയിരിക്കുന്നു, എല്ലാം വിഴുങ്ങിയിരിക്കുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? അതിന്റെ എല്ലാം ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. വാക്കെല്ലാം വടക്കോട്ട് പോയി, എല്ലാ പ്രവൃത്തിയും തെക്കോട്ട് പോയി. ഇതാണ് UDF, ഇതാണ് കോൺഗ്രസ്, ഇതാണ് ലീഗ്, ഇതാണ് ഉദാഹരണം. ഈ PMC അത് വേണ്ട നടപ്പിലാക്കാൻ പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ വന്നാൽ CPI മാത്രമല്ല, നേരും നെറിയുമുള്ള ജനങ്ങൾ, നീതിബോധമുള്ളവർ, നാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള സമരത്തിൽ എവിടെ വരെയും പോകാൻ കരുത്തുള്ളവർ സമ്മതിക്കാൻ തോന്നുന്നില്ല. ആ ബോധ്യം വേണം ഗവൺമെന്റിന്. നിങ്ങൾ പറഞ്ഞല്ലേ, ഈ PMC പദ്ധതി BJPയുടെ പദ്ധതിയാണെന്ന്. ശരിയാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും അറിയാം PMC പദ്ധതി RSS അജണ്ടയാണ്. അവർക്ക് അജണ്ടയുണ്ട് ഈ രംഗത്ത്. വിദ്യാഭ്യാസ രംഗത്തെ പ്രതിപക്ഷത്തിന്റെ, തീവ്ര ഹിന്ദുത്വത്തിന്റെ, ഫാസിശക്തികളുടെ അജണ്ടയാണ് PMC. അവർ പറയുന്നുണ്ട് എന്താണതെന്ന്. അത് വിദ്യാഭ്യാസ അജണ്ടയെ മുഴുവനും, സിലബസിനെ, കരിക്കുലത്തെ, പദ്ധതിയെ മുഴുവനും അതിനെല്ലാം വർഗീയ പ്രാന്തിന്റെ കൈപ്പിടികളാക്കി പുത്തൻ തലമുറയെ ആ വഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് PMC എന്ന് ഒരു മടിയും കൂടാതെ വ്യക്തമാക്കിയിട്ടുണ്ട് BJPയും RSSും. PMCയുടെ MOU ഉണ്ടായിരുന്നു, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട് ആറാമത്തെ പോയിന്റായി, ടു ഷോക്കേസ് ദ NEP എന്ന് പറയുന്നുണ്ട്. ടു ഷോക്കേസ് NEP എന്ന് പറഞ്ഞാൽ, NEP എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ RSSന്റെ കാര്യപരിപാടി നടപ്പിലാക്കലാണ് ആ NEP. അവിടെ ഏറ്റവും ചീത്ത വാക്കാണ് മതനിരപേക്ഷത, അശ്ലീലമാണ് സോഷ്യലിസം, ഒരിക്കലും കൊടുക്കാനാകാത്ത വാക്കാണ് ഡെമോക്രസി. അതെല്ലാം മുടക്കുന്ന നന്നായിട്ട് അവർ വിദ്യാഭ്യാസം മാറ്റാൻ പോവുകയാണ്. ചരിത്രം പഠിക്കുമ്പോൾ, ശാസ്ത്രം പഠിക്കുമ്പോൾ, സോഷ്യോളജി പഠിക്കുമ്പോൾ, ഹ്യൂമാനിറ്റീസ് പഠിക്കുമ്പോൾ, എന്ത് പഠിക്കുമ്പോഴും അവർ പറയുന്നു മുഖ്യ ലക്ഷ്യം RSSന്റെ ലക്ഷ്യങ്ങളും നയങ്ങളും പ്രാവർത്തികമാക്കലാണ്. ആ വഴിക്ക് പോകാൻ ഇടങ്ങും വിധം വിദ്യാഭ്യാസ രംഗത്ത് മുഴുവനും മാറ്റാൻ വേണ്ടി നീക്കമാണ് ഈ പറയുന്ന NEP. ആ NEPയെ എല്ലാവർക്കും അറിയാം. ഷോ കേസ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം കാണിക്കണം. കണ്ടില്ലേ, എല്ലാ കടകളിലും കാണാം, ചില്ലിന്റെ അലമാരക്കപ്പുറത്ത് വെച്ചിരിക്കും ഏറ്റവും നല്ല വസ്തുക്കളൊക്കെ. വിൽപ്പനയ്ക്കുള്ള ഏറ്റവും നല്ല കാര്യം അവിടെ വെച്ചിരിക്കും, ഷോക്കേസ് ചെയ്യാൻ വേണ്ടി. വാച്ചെങ്കിൽ ഏറ്റവും നല്ല വാച്ച്, ബോണ്ട് ഞങ്ങളെല്ലാം ബോണ്ടാ, ബുക്കെങ്കിൽ ഏറ്റവും നല്ല ബുക്കുകളെല്ലാം വെച്ചിരിക്കും കണ്ണാടിക്ക് പുറകിൽ. അതാണ് ഷോക്കേസ്.
അതുപോലെ RSSന്റെ ഒരു പരിപാടി ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണ് NEP എന്ന് ഈ CPMC എന്ന് അവർ തന്നെ പറയുന്നു. പക്ഷെ പേരെന്താ? പേര് പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ്. അതാണ് PMC, പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. എന്നാൽ അർത്ഥം എന്താണ്? ഉദയം കൊള്ളുന്ന ഇന്ത്യക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. ആ ഇന്ത്യ എന്തായിരിക്കണം? ആ ഇന്ത്യ എങ്ങനെയാകണം? ആ ഇന്ത്യ എങ്ങോട്ട് പോകണം? അതാണ് ചോദ്യം. നാം പറയുന്നു, രാജ്യം പറയുന്നു, ആ ഇന്ത്യ പുരോഗതിയിലേക്ക് പോകണം, ആ ഇന്ത്യ ഐക്യത്തോടെ പോകണം, ആ ഇന്ത്യ വെളിച്ചത്തെ മുറുകെ പിടിക്കണം, ആ ഇന്ത്യ ഇരുട്ടിന്റെ ബന്ധുവാകാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ BJPക്ക് ആവശ്യം അതിനെ ഇരുട്ടിന്റെ കോട്ടയെ കൊണ്ടുപോയി കെട്ടിപ്പൂട്ടലാണ്. അതിനുവേണ്ടിയാണ് PMC. നടപ്പിലാക്കിയാൽ കുറെ കാശ് കിട്ടുമത്രേ, കുറെ കാശ് കിട്ടുമത്രേ. ആ കാശിന് വേണ്ടി വിദ്യാഭ്യാസത്തെ മുഴുവനും ഒറ്റുകൊടുക്കാൻ നീക്കമാണ് PMC. എന്ന് പറഞ്ഞാൽ വരും തലമുറകളെല്ലാം BJP പ്രകാരം, ഈ പറയുന്ന RSSന്റെ അജനപ്രകാരം വഴിമാറ്റി കൊണ്ടുപോകുന്നതാണ് PMC. അതിനകത്ത് ഉപ്പ് വയ്ക്കാൻ നമ്മളെ കിട്ടില്ല. സാമ്പത്തികം ഇരിക്കുന്ന കേരള ഗവൺമെന്റ് LDF കാലത്ത് ഇടുക്കമുണ്ടായിരുന്നു ഒന്നും നമുക്കിവിടെ കിട്ടേണ്ട പണം തരാതെ നമ്മളെ ഞെരുക്കി BJP ഗവൺമെന്റ്. ലഭിക്കേണ്ട വിഹിതം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കടന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ ചുറ്റുപാടിൽ അവർ പറഞ്ഞു PMCക്ക് വേണ്ടി ഒപ്പിട്ടാൽ കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു. കുറച്ച് പണം തരാം. ഏത് പണം? അത് അവകാശപ്പെട്ട പണമാണ്. ഇവിടെ SSA ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, സർവശിക്ഷ അഭിയാൻ. ഇവിടെ അതിന്റെ പേര് SSK എന്നാണ്, സർവശിക്ഷ കേരള. അത് വന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരമാണ്. RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമമാണത്. ആ നിയമപ്രകാരം കിട്ടേണ്ട പണമാണ് ഈ പറയുന്ന എല്ലാ പണവും. ഔദാര്യമല്ല. മോദിയുടെയോ ധർമ്മേന്ദ്ര പ്രധാന്റെയോ BJPയുടെയോ മോഹൻ ഭഗവത്തിന്റെയോ ഒന്നും സമ്പാദ്യമല്ലാതെ, അവരുടെ ഒന്നും കുടുംബത്തിലെ കാശുമല്ല. അത് SSK ഫണ്ടാണ്, SSA ഫണ്ടാണ്, ഇന്ത്യയുടെ ഫണ്ടാണ്. ആ ഫണ്ട് കിട്ടാൻ വേണ്ടി അവർ പറഞ്ഞു PMC ഒപ്പിട്ടാൽ പണം തരാമെന്ന്. അന്നത്തെ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് കണ്ടത് ഇന്ത്യക്കാതെ ആയിരിക്കാം നമ്മുടെ ഗവൺമെന്റ് ഒപ്പിട്ടു. ഒപ്പിട്ടപ്പോൾ നാടറിഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അറിയാൻ കുറച്ച് വൈകി. അറിഞ്ഞ നിമിഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ രംഗത്ത് വന്നു. പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് ആ വഴിക്ക് പോകാൻ പാടില്ല, ഇടതുപക്ഷം വേറൊരു പക്ഷമാണ്, അതിന്റെ വഴി വേറെ വഴിയാണ്. ഇടതുപക്ഷം കാണിക്കുന്ന എല്ലാ തെറ്റിനും കൂട്ടു നിൽക്കാൻ നമുക്കാകില്ല. അതുകൊണ്ട് PMCയിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് പിൻവാങ്ങിയില്ലെങ്കിൽ ഇന്ത്യക്ക് മുമ്പിൽ നാം അപകടത്തിലാകുമെന്ന് വന്നിട്ട് CPI. അത് ശരിയാണ്, ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു ആ കാര്യം. അതാണ് LDF. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, തെറ്റ് ബോധ്യപ്പെട്ടാൽ LDF തിരുത്തും. LDF തിരുത്തി LDF തിരുത്തിയത് അത് LDF ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ തിരുത്തില്ലായിരുന്നു. പക്ഷെ LDF തിരുത്തി. ഒട്ടും വൈകാതെ ഗവൺമെന്റ് തീരുമാനിച്ചു PMCയിൽ ഒപ്പിട്ടെങ്കിൽ പോലും മുമ്പോട്ട് പോകല്ലേ തീരുമാനിച്ചു. നമ്മുടെ ഗവൺമെന്റ് മരവിപ്പിച്ചു അതിനെ. എന്നിട്ട് കത്തെഴുതി നമ്മൾ അങ്ങോട്ട് ഞങ്ങളത് മരവിപ്പിക്കുന്നു, മുമ്പോട്ട് പോകല്ലേ അറിയിച്ചു. അതാണ് LDF. അതെല്ലാം കണ്ടു കേരളം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിനയപൂർവ്വം പറയുന്നു, ശക്തമായി പറയുന്നു, അന്ന് CPI കൈക്കൊണ്ട നിലപാടിന്റെ ഫലം കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് മുമ്പിൽ LDFന് ഇപ്പോൾ ഈ സ്ഥാനമുള്ളത്. അത് കുറിച്ചു പിടിക്കാതെ, മുട്ടുമറയ്ക്കാതെ ഇന്ത്യയിലെമ്പാടുമുള്ള ലെഫ്റ്റിന്റെ എല്ലാ ബന്ധുക്കളുടെയും മുമ്പിൽ നമുക്ക് പറയാം, ഞങ്ങൾ ആ വഴിക്ക് പോയില്ല.
ഞങ്ങൾ PMCയിലെ പങ്കാളിയല്ല എന്ന് പറയാം. അങ്ങനെ പറയാൻ പാർട്ടി ഉണ്ടാക്കിയത് CPI നിലപാടാണ്. അതിന്റെ പാർട്ടിയാണ് CPI. ആ നിലപാട് നാം ഉന്നയിച്ചപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ബോധ്യപ്പെട്ടു വന്നു. നാം അതുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല. നാം മാറ്റിവെച്ച പദ്ധതിയാണ്. നാം പ്രഖ്യാപിച്ചു, നമ്മൾ മതിപ്പിക്കുന്നു, നടപ്പിലാക്കില്ല എന്ന്. ആ പദ്ധതി ഇതാ വീണ്ടും അവരിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നു. കോൺഗ്രസ് സർക്കാർ, ലീഗ് സർക്കാർ വരികയാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒന്നാണ് PMC എന്ന്. അതാണ് കോൺഗ്രസ്, അതാണ് ലീഗ്, അതാണ് UDF. അവർക്ക് എന്തും എപ്പോഴും മാറ്റി പറയാം. എന്നാൽ ജനങ്ങൾ മാറ്റി പറയില്ല. ഇടതുപക്ഷം മാറില്ല. ഇടതുപക്ഷം ഇളകാത്ത മനസ്സുമായി, പതരാത്ത മനസ്സുമായി പറയുന്നു, PMCയെ പിൻവലിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച കാൽ നാം പുറകോട്ട് വെക്കില്ല. PMCയെ കുളിച്ചുമൂടും വരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും സമരരംഗത്തുണ്ടായിരിക്കും. പ്രഖ്യാപനം നമ്മുടെ ഏതാനും മാസങ്ങളിൽ ഭാവിയുള്ളൂ. ഉറപ്പിന് ഏതാനും മാസങ്ങൾ, 6-7 മാസം മാത്രം. അത് കഴിയുമ്പോൾ ഈ പദ്ധതി തന്നെ ഇല്ലാതായി പോകും. പക്ഷെ വാശിയാണ് സതീശനും കൂട്ടുകാർക്കും. അത് റദ്ദായി പോകും മുമ്പ് അതിന് പങ്കാളിയായി മോദിയെ പ്രീതിപ്പെടുത്താൻ. ഇത് ആരുടെ ഗവൺമെന്റാണ്? മോദി പ്രീതിക്ക് വേണ്ടി എന്ത് ചെയ്യും ഗവൺമെന്റ്? എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്ക് പറയരുത്. നെഹ്റുവിന്റെ പേര് ഇടയ്ക്കെല്ലാം പറഞ്ഞുകൊണ്ട് മോദിയെ പ്രീതിപ്പെടുത്തുന്ന ഈ നീക്കവുമായി പോയാൽ നിങ്ങളുടെ ഉള്ളികളിൽ വളരെ വേഗം പിടിച്ചെത്തു വരും. ഇപ്പോൾ ഏതാനും ആഴ്ചയായിട്ടുള്ളൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ കാണിക്കുകയാണ്. നിങ്ങളുടെ തോളപത്രം വന്നു, പ്രൊജക്ട് വന്നു. അതിനകത്തൊന്നും മോദി ഗവൺമെന്റിനെ പറ്റി ഒരു ചെറിയ വാക്ക് പോലും പറയാൻ നിങ്ങൾക്ക് ഭയമാണ്. എതിർപ്പ് തോന്നട്ടെ, വിമർശനം തോന്നട്ടെ, വിനയപൂർവ്വം ഒരു വിയോജിപ്പ് പറയാൻ പറ്റിയോ ഈ ഗവൺമെന്റിന്? അപ്പുറത്ത് BJP ആണെങ്കിൽ UDF ഗവൺമെന്റ് ഒന്നും പറയില്ല. PMC ആയാലും പറയില്ല, കരിമണലായാലും പറയില്ല, മദ്യമായാലും പറയില്ല. അപ്പുറത്ത് BJP ഉണ്ടെങ്കിൽ ഇവർക്ക് ആ വഴിക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ ഗവൺമെന്റ് PMCയിൽ, കരിമണലിൽ, മദ്യനയത്തിൽ എല്ലാം കൊള്ളക്കാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഗവൺമെന്റ് വലതുപക്ഷ ഗവൺമെന്റാണ്. കോൺഗ്രസ് BJP നീതിന്റെ ഭാഗമായിട്ടുള്ള അതിൽ ലീഗൊരു മാപ്പുസാക്ഷി മാത്രമാണ്. ആ ഗവൺമെന്റിന് എന്തൊക്കെ നേരം അറിയുമുണ്ടെങ്കിൽ പറയുന്നു, ഒട്ടും വൈകാൻ പാടില്ല. വൈകിയാൽ രാജ്യമാകെ പക്ഷമന്ത്രി കൊടുക്ക കഞ്ഞി വീശും. ഞങ്ങൾക്ക് വെറും വാക്കറിയില്ല. വെറും വാക്ക് CPI ശീലമല്ല. ഞങ്ങളുടെ ശീലം പറയുന്ന വാക്ക് പാലിക്കലാണ്. ആ വാക്ക് CPI പറയുന്നു. പിൻവലിക്കാതെ, PMCയുടെ ആഫീസ് കെട്ടിപ്പൊട്ടുകൊണ്ട് പോകാതെ, കരിമണൽ രംഗത്തുള്ള ഈ കൊള്ളയ്ക്ക് സമ്മതം മൂലം നിർത്താതെ, മദ്യക്കൊത്തുകൾക്ക് വേണ്ടിയുള്ള ഭ്രാന്ത് പിടിച്ച നയത്തെ തിരുത്താതെ CPI മുന്നോട്ട് വെച്ചാൽ പ്രവർത്തിക്കുന്നത് വീണ്ടും പറഞ്ഞുകൊണ്ട് സാക്കളെ വിജയം കാണും വരെയും ഈ കൊടികളുമായി സമരരംഗത്തുണ്ടാകും. ഈ കൊടികൾ വിജയത്തിന്റെ കൊടിയാണ്. ഈ കൊടി ഐക്യത്തിന്റെ കൊടിയാണ്, സത്യത്തിന്റെ കൊടിയാണ് ഈ കൊടി. ഈ കൊടിയുമായി കമ്മ്യൂണിസ്റ്റുകാർ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ഉണ്ടാകും സമരരംഗത്ത്. ആ സമരത്തിന് മുൻപിൽ നിൽക്കുവാൻ തയ്യാറാകുന്ന എല്ലാവരെയും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഈ ധർണാ സമരം കാരണം ചെയ്യുന്നു. സഖാക്കളെ മുന്നോട്ട്